അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പൊന്നുമക്കൾ നാം മരണപ്പെട്ട് എന്ന വാർത്ത കേട്ട് ആ മക്കൾ നമ്മുടെ ഖബറിൻ്റെ അരികിൽ ഇരുന്ന് നമുക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുക, നമ്മെ ഓർത്തൊരു ഫാത്തിഹ ഓതുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ സന്തോഷമല്ലേ. ഈ കുട്ടിയുടെ ഒരു അത്ഭുത സംഭവത്തെക്കുറിച്ചാണ്. ബാപ്പയുടെ ഖബർ എൻ്റെ അരികിൽ ഇരുന്ന് ഖുർആൻ ഓതുമ്പോൾ നടന്ന ഒരു സംഭവമാണ്. ഇതെന്തെങ്കിലും ഒരു കഥ പറയല്ല, യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവം. ഞങ്ങൾക്ക് വിവരിക്കുമ്പോൾ കൃത്യമായി കുട്ടി ആരാണെന്നും കൃത്യമായ വിഷയങ്ങൾ മനസ്സിലാകും. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഉപ്പ മരണപ്പെട്ടു പോയി. മരണപ്പെട്ടപ്പോൾ സങ്കടപ്പെട്ട കുട്ടി ഹാഫിളാണ്. എന്നും ബാപ്പയുടെ ഖബറിൻ്റെ അരികിൽ പോയിരുന്ന് കുട്ടി എന്നും ഖുർആൻ പാരായണം ചെയ്യും. ഈ കുട്ടിയുടെ ഒരു പതിവാണ്. ഒരു ദിവസം ഈ കുട്ടി ബാപ്പയുടെ ഖബറിൻ്റെ അരികിൽ ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളും മുഹ്റവീങ്ങളാക്കട്ടെ. നമ്മുടെ ഇരു കരങ്ങൾ പിടിച്ച് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന പൊന്നുമക്കളെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമുക്ക് നമ്മുടെ മക്കൾ ശാശ്വതമായ ജീവിതത്തിൽ ഉപകരിക്കുന്ന മക്കളാകണം. നമുക്കിപ്പോൾ അതൊന്നും ഇല്ല. നമ്മുടെ മക്കളെ ഭൗതികമായി എന്തെങ്കിലും നേടണമെന്നുള്ള ഒരു ഭ്രാന്ത് പിടിച്ച ഒരു അവസ്ഥയിലാണ്. നമ്മുടെ ഈ താൽക്കാലികമായ സുഖങ്ങൾ കണ്ട് നമ്മുടെ മക്കളെ ആത്മീയതയിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ട് ശാശ്വതമായ പരലോക ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന എത്രയോ ഉമ്മമാരുണ്ട്. ഇപ്പോൾ നോക്കൂ, മദ്രസയിലേക്ക് മക്കൾ വരുമ്പോൾ തന്നെ ഒരു 8ാം ക്ലാസ് 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഉസ്താദിനോട് പോയി പറയും, ഉസ്താദ് എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ ഞാൻ മദ്രസയിലേക്ക് അയക്കുന്നില്ല. കാരണം എന്തേ? എൻ്റെ മകന് സ്കൂൾ പഠിക്കണം, മറ്റേത് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ അത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെ ദീനിയായ വിദ്യാഭ്യാസത്തിന് മക്കളെ നഷ്ടപ്പെടുത്തുന്ന ഉപ്പമാർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹമാണ്. നമ്മുടെ മക്കൾ നാളെ നമുക്ക് ഏറ്റവും വലിയ ശത്രുക്കളാകുന്നത് നമ്മുടെ മക്കളാണ്. നാം സ്വർഗത്തിലേക്ക് പോവുകയാണ്, നമ്മുടെ മക്കളെ പിടിച്ചു വലിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നാം മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വേണ്ടി ഖത്മുൽ ഖുർആൻ ഓതുന്ന, നമുക്ക് വേണ്ടി സൂറത്തുൽ യാസീൻ ഓതുന്ന, നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന മക്കളാകണം നമ്മുടെ മക്കൾ. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളും ഉഖ്റവീങ്ങളാക്കട്ടെ. ഇരു ലോകത്തും ഉപകരിക്കുന്ന പൊന്നുമക്കളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മുടെ മക്കളെ ഉൾപ്പെടുത്തട്ടെ. ഈ കുട്ടി അൽഹംദുലില്ലാ, ചില കുട്ടികൾ ഹാഫിദീങ്ങളായ കുട്ടികൾ ഉപ്പയുടെയും ഉമ്മയുടെയും അരികിലിരുന്ന് ഖുർആൻ ഓതുന്ന രംഗം കാണാൻ അത് എന്തോ ഒരു രസമായിരിക്കും അല്ലേ. ഈ കുട്ടി ഉപ്പയുടെ ഖബറിൻ്റെ അരികിൽ ഇരുന്ന് ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. ഓതിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഈ കഥ പറയുന്നതിന് മുമ്പ് കമൻറ്റിൽ വന്നിട്ട് ഇത് എന്തോ ഒരു കഥയാണ്, ഇത് കളവാണ്, ആ രീതിയിലായിരിക്കരുത്. കൃത്യമായ അവസാനം വരെ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾക്കുള്ള അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. വളരെ ഗൗരവമുള്ള ഒരു സംഭവമാണ്. കുട്ടി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടരികിലുള്ള ഒരു ഖബറിൽ നിന്ന് വല്ലാത്തൊരു ശബ്ദം പരിഭ്രാന്തപ്പെടുത്തുന്ന, പേടിച്ചു പോകുന്ന ശബ്ദമാണ്. ഭീകരമായ ഒരു ശബ്ദമാണ് ഖബറിൽ നിന്ന് കേൾക്കുന്നത്. കുട്ടി ഖുർആൻ നിർത്തിപ്പോയി പേടിച്ചിട്ട്. കുട്ടി എന്താണ് ഈ ശബ്ദം എന്നിങ്ങനെ നോക്കുമ്പോഴാണ് തൊട്ടടുത്ത ഖബറിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്. അല്ലെ, ഒരു ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ശബ്ദം ഒരു കുട്ടിക്ക് കേൾക്കണമെങ്കിൽ ആ കുട്ടി ആരായിരിക്കും? ആ കുട്ടിയുടെ പവിത്രത എന്തായിരിക്കും? ആ കുട്ടിയുടെ ശ്രേഷ്ഠത എന്തായിരിക്കും? അല്ലേ, ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത് കേൾക്കണമെങ്കിൽ അത് ചില്ലറ കുട്ടിയായിരിക്കില്ല. ആ കുട്ടിക്ക് അള്ളാഹു നൽകിയ വലിയ നിഅമത്ത് അനുഗ്രഹം കൊണ്ട് ആ ശബ്ദം കേട്ട് കുട്ടി പരിഭ്രാന്തമായി വല്ലാത്ത പേടിയോടുകൂടി ഖബറിൻ്റെ അരികിൽ ഇങ്ങനെ നോക്കുന്നു. ആരാണ്, എന്തിനാണ് ഇത്രയും ശക്തമായ ശിക്ഷ ഖബറിൽ നൽകുന്നുണ്ട്? എന്തേ കാരണം? എന്ത് തെറ്റായിരിക്കും ആ ഖബറാളി ചെയ്തത് എന്ന് ആ കുട്ടി ഇങ്ങനെ നോക്കുമ്പോൾ ആ ഖബറിൻ്റെ അരികിലൂടെ ഒരാളിങ്ങനെ കടന്നു പോവുകയാണ്. കുട്ടി ആ കടന്നു പോകുന്ന വ്യക്തിയോട് ചോദിച്ചു, ഈ മരിച്ച ആൾ ആരാണെന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, എനിക്കറിയാം. ആരാണ്? നല്ലൊരു മനുഷ്യനാണെന്ന് പറഞ്ഞു. എന്നും പള്ളിയിൽ പോകുന്ന, കൃത്യമായി നിസ്കരിക്കുന്ന, അനാവശ്യമായ ഗീബത്ത് നമീമത്ത് ഒന്നും പറയാതെ എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട ഒരാളാണ് ഇയാളെന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ വീണ്ടും കുട്ടി പേടിച്ചു പോയി. കാരണം ഇത്രയും നല്ല വ്യക്തികൾക്കും ഖബറിൽ ശിക്ഷ ഉണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥയ്ക്ക് എന്തായിരിക്കും അല്ലേ? വല്ലാണ്ട് വേദനിച്ചു.
ആ കുട്ടിക്കായി ഇയാളെക്കുറിച്ചൊന്ന് പഠിക്കണം, ഇയാളുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് പഠിക്കണം. എന്തിനാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഇത്രയും ഭീകരമായ ശിക്ഷ ഇയാൾക്ക് ഖബറിൽ നിന്ന് കൊടുക്കുന്നത്? ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാൻ ഇങ്ങനെ ആ കുട്ടി ഇറങ്ങിയപ്പോൾ ആ കുട്ടിക്ക് കേട്ട ഒരു വിവരണം എന്ന് പറയുന്നത്, അയാളുടെ ജീവിതത്തെക്കുറിച്ച് കേട്ടപ്പോൾ കുട്ടി അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഏത് സമയത്താണ് ഈ കുട്ടി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം ഓർക്കണം. ഏത് മാസത്തിലാണ് ഈ കുട്ടി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത് ഓർക്കണം. അതാണ് ഏറ്റവും ഗൗരവമുള്ള വിഷയം. പരിശുദ്ധ റമദാനിലാണ് ഈ കുട്ടി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രി, കൂടുതൽ ലൈലത്തുൽ ഖദ്ർ ആകാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നുന്ന രാത്രിയാണ്. കുട്ടിക്ക് അത്ഭുതമായി. ലൈലത്തുൽ ഖദ്ർ റമദാൻ എന്നൊക്കെ പറയുമ്പോൾ മുഅ്മിനീങ്ങൾക്കൊക്കെ ചെറിയ ഇളവൊക്കെ കിട്ടുന്ന ഒരു ദിവസമാണ്, ചെറിയ റിയായിത്തൊക്കെ കിട്ടുന്ന ഈ ദിവസത്ത് പോലും ഇങ്ങനെ ശിക്ഷിക്കപ്പെടണമെങ്കിൽ ഇയാൾ കാര്യമായ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. അയാളെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ആ മനുഷ്യനെക്കുറിച്ച്, കാന യുലാസിമുൽ മസ്ജിദ, അയാൾ പള്ളിയിൽ എന്നും നിത്യമായിരുന്നു. വസ്സലാത്ത വസുംത അനിൽ കലാം, അനാവശ്യമായ സംസാരങ്ങളെ തൊട്ട് എല്ലാത്തിനെ തൊട്ട് അയാൾ മൗനം പാലിക്കുന്ന അത്ര സൂക്ഷ്മത ഉള്ള ആളായിരുന്നു എന്നാണ്. എന്നിട്ട് അയാൾക്ക് നൽകപ്പെടുന്ന ശിക്ഷയെക്കുറിച്ച് കിതാബിൽ പറയുന്നു, ആ ശബ്ദം ഹനീനും മുഫ്സിഉൻ വബുഖാഉൻ മുസ്ഇജുൻ, വല്ലാത്ത ഭീകരമായ ശബ്ദമാണ് ആ കുട്ടി കേട്ടത്. പിന്നെ ആ കുട്ടി അയാളെക്കുറിച്ച് പഠിക്കാൻ പോകുമ്പോഴാണ് മനസ്സിലായത്, അയാൾ ആക്കിലുർ റിബ, അയാൾ യഅ്കുലുർ റിബ, അയാൾ പലിശ സംബന്ധമായ കച്ചവടം, പലിശ, അയാൾ ബഡ്ഡി ലോൺ ഇത്തരത്തുള്ളയിൽ ഇടപെടുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ആ കുട്ടിക്ക് മനസ്സിലായത്. അതുകൊണ്ട് പരിശുദ്ധ റമദാനായിട്ട് പോലും ലൈലത്തുൽ ഖദ്റായിട്ട് പോലും അള്ളാഹു ശിക്ഷയിൽ ചെറിയ ഒരു ഇളവ് പോലും നൽകാതെ അതിഭീകരമായ ഖബറിൻ്റെ ഉള്ളിൽ ശിക്ഷിക്കുന്ന രംഗമാണ് കണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംഭവം കിതാബിൽ നോക്കിയാൽ നമുക്ക് കാണുന്നതാണ്. ഈ കുട്ടി ആരാണെന്നറിയുമോ? ഈ കുട്ടി ലോകറിയപ്പെട്ട പണ്ഡിതനാണ്. ആലിമുൽ അല്ലാമ ഷിഹാബുദ്ദീൻ അഹ്മദ് ഇബ്നു ഹജർ അൽ ഹൈതമിൽ മക്കിയാണ് ഈ കുട്ടി. ഈ കുട്ടി പിൽക്കാലത്തിൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ അറിയാമല്ലോ, ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുഹ്താജ് ബിശറയിൽ മിൻഹാജ് എന്നുള്ള അതിപ്രഗത്ഭമായ കിതാബ് എഴുതിയ പണ്ഡിതനാണ്. ഒരുപാട് ചെറുപ്രായത്തിൽ തന്നെ ദർസും അതുപോലെ ഒരുപാട് ഫത്വ നൽകുന്ന ലോക അറിയപ്പെട്ട പ്രശസ്തനായ പണ്ഡിതനായിരുന്നു. ഒരുപാട് നാടുകളിൽ നിന്ന് ഈ കുട്ടിയുടെ അരികിൽ ഇൽമു നുകരാകാൻ വേണ്ടി വന്നിരുന്നു എന്നാണ്. ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ആളുകൾ ഇദ്ദേഹത്തെ കാണാനും ഇദ്ദേഹത്തെ സന്ദർശിക്കാനും മഹാനവരുകളെ സന്ദർശിക്കാൻ വന്നിരുന്നു എന്ന്. അത്രയും പ്രഗത്ഭനായ കുട്ടിയായതുകൊണ്ടാണ് ഈ ഖബറിലുള്ള ഈ ശബ്ദം കേൾക്കാൻ സാധിച്ചത്. ഈ ഖബറിൽ ഇത്രയും വലിയ ശിക്ഷ നൽകാൻ കാരണം അയാൾ പലിശ തിന്നുന്ന ആളായിരുന്നു. ബഡ്ഡി, അതായത് ലോൺ, ഇത്തരത്തിലുള്ള ബാങ്കുമായി നമ്മുടെ അവസ്ഥ നോക്ക്. നമ്മുടെ വീട് അല്ലേ, നാം സഞ്ചരിക്കുന്ന വാഹനങ്ങൾ എല്ലവും ഏതവസ്ഥയിലാണെന്ന് ഒന്ന് ഓർത്തു നോക്ക്. എത്ര നിസ്കാരം ഉണ്ടായിട്ടും എത്ര നോമ്പുണ്ടായിട്ടും നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധ്യമല്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പരിശുദ്ധ റമദാനായിട്ട് പോലും ലൈലത്തുൽ ഖദ്റായിട്ട് പോലും രക്ഷപ്പെടാൻ സാധ്യമായില്ല എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. ഇത്തരത്തിലുള്ള ചട്ടക്കുടിയിൽ ചമ്മന്തി കഴിച്ച് ജീവിച്ചാലും ശരി, ഈ ലോൺ ഇത്തരത്തിലുള്ള പരിപാടികളിലേക്ക് നാം കടന്നു പോകരുത്. തീർച്ചയായും നമ്മെ വലിയ അപകടത്തിലേക്ക് എത്തിക്കും. നമ്മുടെ വീട് ചെറിയ വീടാണെങ്കിലും പ്രശ്നമില്ല, ഇനി വാഹനം ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഇനി ചോറ് ഉണ്ണാൻ വീട്ടിൽ ചട്ടിനി ചമ്മതിയായാലും പ്രശ്നമില്ല. ഇത്തരത്തിലുള്ള കാര്യത്തിൽ ഇടപെടരുത്. കാരണം ഇത് നമുക്ക് എപ്പോഴെങ്കിലും സംഭവിക്കാൻ പോകുന്ന ഒരു വിഷയമൊന്നും അല്ലല്ലോ. ഇപ്പം മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടാൽ ഈ നിമിഷം മുതൽ അത് തുടങ്ങും ആ യാത്രാ ജീവിതം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹു മരിക്കുന്ന നേരം ഈമാനോട് കൂടിയുള്ള മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മരിക്കുന്ന സമയത്ത്
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് കലിമത്ത് ഉച്ചരിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളിൽ, സ്വാലിഹീങ്ങൾ, ഉഖ്റവീങ്ങൾ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.